ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ടുഡേ ഞാനൊരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ബുക്കിൻ്റെ ഞാൻ വായിച്ചൊരു ബുക്കിൻ്റെ ആണ് കേട്ടോ റിവ്യൂ വീഡിയോ. അപ്പോൾ നമുക്ക് ആ ബുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ ആ ഒരു ബുക്ക് കേട്ടോ. പറന്നു പറന്ന് ചേക്കുട്ടിപ്പാവ എന്നാണ് ഈ ഒരു ബുക്കിൻ്റെ പേര്. അപ്പോൾ ഇത് എഴുതിയിരിക്കണത് വീരാൻകുട്ടിയാണ്. ഇതൊരു നോവലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചേക്കുട്ടിപ്പാവ. കണ്ടോ, ക്ലിയർ ആവുന്നില്ലേ? ഇതാണ് ചേക്കുട്ടിപ്പാവ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചേക്കുട്ടിപ്പാവ ആരാണെന്ന് അറിയാത്ത ചിലരൊക്കെ ഉണ്ടാകും. അവർക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയൊരു പ്രളയമാണ് ഈ 2018 ഓഗസ്റ്റിൽ ഉണ്ടായ ഒരു പ്രളയം. നമ്മുടെ കേരളം അതിനെ അതിജീവിച്ചു അല്ലേ? ആ പ്രളയകാലത്ത് നമ്മൾ അതിജീവിച്ചതിൻ്റെ ഓമന പ്രതീകമാണ് ചേക്കുട്ടിപ്പാവ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലമില്ലേ, അവിടെ പരമ്പരാഗത നെയ്ത്തുശാലയുണ്ട്. അവിടെ വെള്ളം കയറിയപ്പോൾ ഒരുപാട് വസ്ത്രങ്ങൾ ഇങ്ങനെ ഉപയോഗശൂന്യമായി. ആ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് കുറച്ച് പേര് നിർമ്മിച്ചിട്ടുള്ള പാവക്കുട്ടിയാണ് നമ്മുടെ ചേക്കുട്ടിപ്പാവ. ചേറിനെ അതിജീവിച്ച കുട്ടി എന്നാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. ചേക്കുട്ടിപ്പാവയുടെ കഥയിൽ കഥ മാത്രമല്ല, കാര്യമുണ്ട്, ചിരിയുണ്ട്, കണ്ണീരുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് സങ്കടം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ആ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് ശരിക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കും കേട്ടോ. ഞാനത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞായിരുന്നു അത് വായിച്ചപ്പോൾ. അത്രയ്ക്ക് എനിക്ക് നമ്മുടെ ഈ ലോകത്ത് ഇത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ടേക്ക് നമ്മുടെ ഈ ലോകം എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഞാൻ ഓർത്ത് കരഞ്ഞു. കാരണം മനുഷ്യന്മാർ പ്രകൃതിയോട് ചെയ്ത് കൂട്ടുന്ന ഓരോന്നിനും പ്രകൃതി മറുപടി തരുന്നുണ്ട്. അതായത് ഈ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി എന്തൊക്കെയാണ്, അപ്പം നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ മനുഷ്യർ ചെയ്യണതെന്ന്. അതിനുള്ള മറുപടി ആയിട്ടൊക്കെ പ്രളയം, പിന്നെ അതുപോലെ തന്നെ മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രകൃതി തരുന്നുണ്ട്. അത് നമ്മൾക്ക് ഒരുപാട് ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഭൂമിക്കും അത് ഭയങ്കര പ്രശ്നമാണ്. സാധാരണയായിട്ട് ഇപ്പോൾ ജൂണിലൊക്കെ നല്ല സ്കൂളിൽ പോകുമ്പോഴൊക്കെ മഴ നനഞ്ഞുകൊണ്ടും കുട ചൂടൊക്കെയാണ് നമ്മൾ പോവാറുള്ളത്. പക്ഷേ അത് മാറി ഇപ്പോൾ പൊരിഞ്ഞ വെയിലത്തൊക്കെയാണ് കഴിഞ്ഞ കൊല്ലമൊക്കെ പോയത് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ കോവിഡ്, നിപ്പ, അങ്ങനെ വൈറസുകളൊക്കെ വന്നു. ഇതെല്ലാം ഈ കഥയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയ്ക്കായിട്ട് ഈ ഭൂമിയെ ബാക്കി വെക്കണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. അല്ലാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഇങ്ങനെ നമ്മുടെ വാട്ടർ ബോഡീസൊക്കെ സ്പോയിൽ ചെയ്യുക, പിന്നെ ഈ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക, ഓരോരോ കെട്ടിടങ്ങളൊക്കെ പണിയുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വലുതൊക്കെ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ ഒരു കഥയിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക. അതാണ് ഇതിൽ പറയുന്ന ഒരു സന്ദേശം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പറ്റുന്നത് പോലെ മരങ്ങൾ നട്ട്, അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ, അതൊക്കെ ഈ വാട്ടർ ബോഡീസിലൊന്നും വലിച്ചെറിയാതെ നമ്മുടെ ചുറ്റുവട്ടം മുഴുവനും ക്ലീനായിട്ട് വെക്കുക. അതുപോലെ ഇങ്ങനെ ഹരിതകർമ്മസേനയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് പ്ലാസ്റ്റിക്കുകളൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഉള്ളിലും പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളൊരു തോന്നൽ വരും, ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് വായിക്കാനായിട്ട് പറയുന്നത്. നല്ലൊരു ബുക്കാണ് ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ തോന്നുമ്പോൾ ഞാൻ വായിക്കും കേട്ടോ. അപ്പോൾ ഇതിലെ മെയിൻ സന്ദേശം പ്രകൃതിയെ സംരക്ഷിക്കുക, അതാണ് മെയിൻ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.